ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒക്കെ കഴിച്ചു മടുത്തോ നിങ്ങൾ? എങ്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പ്രോൺസ് ബിരിയാണിയാണ് കേട്ടോ. ചോറിലെ ആ മസാലയുടെ രുചിയും അതുപോലെ തന്നെ നമ്മുടെ ജ്യൂസി ആയിട്ടുള്ള ആ പ്രോൺസിൻ്റെ ഫ്ലേവറും നിറഞ്ഞ ഈ ബിരിയാണി വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവസാനം വരെ വീഡിയോ കാണാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്തിൽ ഇതെങ്ങനെയാണ് വളരെ കറക്റ്റായിട്ട് നമുക്ക് ഈ ചോറൊന്നും അധികം കുഴഞ്ഞു പോകാതെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളത് പറഞ്ഞുതരാം. പ്രോൺസ് എടുക്കുക, നമ്മൾ ക്ലീൻ ആക്കിയിട്ട് മാറ്റി വെക്കുക. ആദ്യം നമ്മൾ പ്രോൺസ് വേവിച്ചെടുക്കാനാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അരി വേവിക്കുന്നത്. ആദ്യം പ്രോൺസ് വേവിക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിനകത്തിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പൂ അതൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 5-6 സവാള എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞു കൊടുത്തതാണ്, അതും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ചെറുതായിട്ട് വാടി കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ 2-3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള നന്നായിട്ട് വഴണ്ടതിന് ശേഷം നമ്മൾ ഇതിനകത്തേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ തക്കാളി ഇതിനകത്ത് നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ. ആ ഒരു രീതിയിൽ നമ്മളിത് വേവിച്ചെടുക്കണം. ഇത് തക്കാളിയും കൂടെ നന്നായിട്ട് ഉടഞ്ഞ് വെന്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. ഒരുപാട് പൊടികളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ മുളക് പൊടിയുമാണ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഇത്രയും പൊടികൾ മാത്രമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുതിനയിലയും മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് കേട്ടോ. അതായത് 2 ടേബിൾ സ്പൂൺ തൈരാണ് നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു ചെറിയ നമ്മൾ കറിയൊക്കെ എടുക്കുന്ന ആ ഒരു കുഴിഞ്ഞ ഒരു തവി ഉണ്ടല്ലോ, അതിനകത്തിൽ 1 തവി ആണെങ്കിലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതും കൂടെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ, അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം 2 കിലോയോളം പ്രോൺസ് ആണ് ഞാൻ എടുത്തേക്കുന്നത്. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉപ്പ് നോക്കുക. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട്, ഈ പ്രോൺസ് വേവുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം വെക്കുക. അതിനകത്തേക്ക് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി അത് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കുരുമുളക് ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോഴത്തേക്കിന് ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അരി കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കുമ്പം എപ്പോഴും എല്ലാവർക്കും അറിയാം, ജീരകശാല റൈസാണ് ഏറ്റവും നല്ലത്. നല്ല ഒരു ഫ്ലേവറും കിട്ടും, നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. അതുകൊണ്ട് അത് ജീരകശാല റൈസാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി അരി വേവിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് 1 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ 1.5 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? അതായത് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുള്ള കണക്കായിരിക്കണം അരി വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും അന്നേരം ഒഴിച്ചു കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കരിയാപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ട് കിട്ടും. ആ പ്രോൺസ് റെഡി ആവുന്ന സമയത്ത് നമ്മൾ ഓർത്തോണം, പ്രോൺസ് ഇട്ട് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തുനിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ. നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ആ വെള്ളത്തിൽ കിടന്നിട്ടാണ് ഈ പ്രോൺസ് വേവുന്നത്. ഇനി അത് ആ മസാലയും കൂടെ മാറ്റി വെക്കുക. എന്നിട്ട് അരി ഓൾറെഡി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാത്രത്തിൽ ഇട്ട് ലെയറായിട്ട് എടുക്കണം. ഓൾറെഡി സവാളയും കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നെയ്യിലാണ് ഇതെല്ലാം വറുത്ത് മാറ്റി വെച്ചേക്കുന്നത്. ഇനി നമ്മൾ പാത്രം വെക്കുക. അതിനകത്തേക്ക് അടിയിലത്തെ ലെയറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് മെൽറ്റായി കഴിയുമ്പോഴത്തേക്കിന് അതിനകത്തേക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചേക്കുന്ന റൈസിന്റെ പകുതി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് പാലെടുത്തിട്ട് അതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കലക്കിയതാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് 1 ടീസ്പൂൺ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചേക്കുന്ന മസാല ഇട്ട് കൊടുക്കാം. അതായത് പ്രോൺസിൻ്റെ ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് നിരത്തിയിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ആ മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ആ പാലിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ ഓൾറെഡി വറുത്ത് വെച്ചേക്കുന്ന ഉള്ളിയും കാഷ്യൂനട്ടും റൈസിൻസും ഒക്കെ വറുത്തതും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ നമ്മൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞ്
കഴിഞ്ഞാൽ പരിപാടി തീരും. എന്നിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് ചെറിയ സിമ്മിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി കയറ്റിയെടുക്കാം. അത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ റൈസ് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. ആ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുക്കരുത്. പിന്നെ ഒരു അരമണിക്കൂർ കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് ഇളക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പ്രോൺസ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നിങ്ങൾ എന്താണേലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളുക. വേറൊരു വീഡിയോ ആയിട്ട് വേഗം വരാം.